അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള സഹോദരങ്ങളെ, സത്യം പഠിക്കാനും മനസ്സിലാക്കാനും താല്പര്യമുള്ള, അള്ളാഹുവിൻ്റെ ദീൻ കൃത്യമായി പഠിക്കാനും താല്പര്യമുള്ളവരെ സംബന്ധിച്ചാണ് ഇപ്പോൾ നമ്മൾ ചർച്ച. അല്ലാത്തവരെ സംബന്ധിച്ച് ഇപ്പോൾ നമുക്കിവിടെ ചർച്ചയല്ല. കാരണം ഖുർആൻ പറഞ്ഞതുപോലെ നുവല്ലിഹി മാ തവല്ല, പോട വഴിക്ക് അള്ളാഹു അങ്ങോട്ട് തള്ളിവിടും എന്ന് പറഞ്ഞ പോലെ തള്ളിവിടും. കാരണം ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിരുന്നു. ഇന്നലെ എന്ന് പറഞ്ഞാൽ 2025 മാർച്ച് 18 ചൊവ്വാഴ്ച വൈകിട്ട് 4 മണിക്ക്. എന്തായിരുന്നു വിഷയം? നോളജ് സിറ്റിയിലെ ആട് ചന്ത. വിശ്വാസികൾ ജാഗ്രത പാലിക്കുക. കാരണം ബദരീങ്ങളെ പേരിൽ 313 ആടിനെ അറുത്ത് നേർച്ച നടത്തി, ഒപ്പം നോമ്പ് തുറയുടെ പേരും പറഞ്ഞ് വിശ്വാസികളുടെ നോമ്പ് ഫസാദാക്കുക. അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി അറുത്ത മാംസം കൊടുത്തിട്ട് നോമ്പ് തുറപ്പിക്കുക. അപ്പൊ അതിന്റെ ഗൗരവം, അപ്പൊ അതിലെ പോസിറ്റീവായ കുറെ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊന്നും ഇവർ സ്വീകരിക്കൂല. നെഗറ്റീവ് എന്താ? നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഇവരുടെ ആശയത്തിനെതിരാണ് ആ പറഞ്ഞത്. ഇവർ പഠിച്ചു വെച്ച, അല്ലെങ്കിൽ ഇവരെ മുസ്ലിയാക്കന്മാർ പഠിപ്പിച്ചു വെച്ച സാധാരണക്കാരായ കുറേ ആൾക്കാർ വന്നിട്ട് യൂട്യൂബ് ആ വീഡിയോയുടെ അടിയിൽ ഒരുപാട് അനാവശ്യങ്ങൾ, അതിലൊന്നും അഹമ്മദ് കബീർ മുസ്ലിയാർ പ്രകോപനപ്പെടൂല. കാരണം നിങ്ങളുടെ കൂട്ടത്തിൽ 23 വർഷം സേവനം അനുഷ്ഠിച്ച് വന്ന ആളാണ്. അതുകൊണ്ട് തിരിച്ചു പറയാന്ന് പറഞ്ഞാൽ അതൊരു മര്യാദയല്ല, പ്രത്യേകിച്ച് നോമ്പാണ് താനും. അപ്പൊ അതുകൊണ്ടല്ല, ഇപ്പൊ നോമ്പ് അല്ലെങ്കിൽ പോലും നമ്മൾ നിങ്ങളുടെ ഈ അനാവശ്യ പറച്ചിൽ കേട്ടിട്ട് നിങ്ങളെ പേടിക്കാനോ നിങ്ങളുടെ കമന്റിനെ ഭയപ്പെടാനോ ഒന്നും നിൽക്കേണ്ട കാര്യമില്ല. അള്ളാഹുവിനെ ഭയപ്പെടുക, അതാണ് സത്യവിശ്വാസിയുടെ കടമ. അതല്ലാത്ത ഒരാളെ പേടിക്കേണ്ട കാര്യമില്ല. പ്രത്യേകിച്ച് സമസ്തക്കാർ തീരും പേടിക്കണ്ട. കാരണം നിങ്ങളുടെ ആശയം എന്താണ്, ആദർശം എന്താണെന്ന് കൂടെ കിടന്നവർക്കല്ലേ രാപ്പനി അറിയുള്ളൂ. അപ്പൊ ഞാൻ ഇന്നലെ കൃത്യമായി പറഞ്ഞത്, അത് കാര്യം വളരെ യാഥാർത്ഥ്യം തന്നെയാണ്. കാരണം അതിന്റെ വ്യക്തമായ വീഡിയോ ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ കൂടി ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് കേട്ടാൽ മനസ്സിലാകും ഇന്നലെ നടന്നത് ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാര സ്മരണയാണ് എന്നുള്ളത്. അപ്പൊ കാര്യം മനസ്സിലായില്ല. അപ്പൊ നോമ്പ് തുറയല്ല അവിടെ നടന്നത്, പിന്നെ എന്താണ്? ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാര സ്മരണ, അതാണ് ഉണ്ടായത്. ബദരീങ്ങളെ പേരിൽ ഇവര് ഇവര് റമദാൻ എത്തിക്കഴിഞ്ഞാൽ ഇവര് പോത്ത് വാങ്ങാൻ ഓടും. പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് വിശ്വാസികളുടെ സമ്പത്ത് ചൂഷണം ചെയ്യുക. എന്നിട്ട് ബദരീങ്ങളെ പേരും പറഞ്ഞിട്ട് ആ മഹാന്മാരെ, ആ സ്വഹാബത്തിനെ അവഹേളിക്കുക, അവഗണിക്കുക, അവരെ ആക്ഷേപിക്കുക. എന്നിട്ട് ഇവര് പോത്തിനെ മേടിച്ച്, ആടിനെ മേടിച്ച് പൊതുജനത്തിന്റെ കയ്യിൽ നിന്ന് പിരിവെടുത്തിട്ട് ഇവര് പള്ള നിറയ്ക്കുക. ഇവരുടെ ഉദ്ദേശ കാര്യത്തിനാണ് ഇതൊക്കെ നടത്തിയത്. കാര്യം വളരെ വ്യക്തമാണ്. നമ്മൾ എന്തിനാ മറച്ചു പിടിക്കുന്നത്? അള്ളാഹുവിന്റെ ദീൻ അത് കൃത്യമായി തുറന്നു പറയുന്ന ചെയ്യും. ഒരാൾ വന്ന് അനാവശ്യം പറഞ്ഞു എന്നുള്ളത് കൊണ്ടൊന്നും നമ്മൾ ഇത് വിട്ടു പോകൂല. കാരണം തിന്മയിലേക്ക് പോകുന്ന ഒരു വിഭാഗത്തിന് നന്മയിലേക്ക് ക്ഷണിക്കണം. അത് എൻ്റെ പണി മാത്രമല്ല, ഈ കമന്റ് ഇടുന്നവർക്കും ഇത് ബാധകമാണ്. ഇത് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചതാ. തിന്മയെ തടുക്കുക, നന്മ കൽപ്പിക്കുക, അങ്ങനത്തെ ഒരു വിഭാഗം ഉണ്ടാകണം. ഈ കമന്റ് ഇട്ടവരും ആ വിഭാഗത്തിൽ പെട്ടോളി, നമുക്ക് തർക്കമില്ല. നമുക്ക് ഒരുമിച്ച് നമുക്ക് തിന്മക്കെതിരെ പോരാടാം. അല്ലാതെ അനാവശ്യം വിളിക്കുന്നത് ഒരു മര്യാദയല്ലല്ലോ, അതൊരിക്കലും പാടില്ല. കാരണം ചിലവർ പറഞ്ഞു റമദാനായിട്ട് പിന്നെന്തിനപ്പം ഇങ്ങനെ പറയുന്നത് എന്നുള്ളൊരു അഭിപ്രായപ്പെട്ടവരുണ്ട്. റമദാനിൽ എന്താ അങ്ങനെ പ്രത്യേകമായി നന്മ കൽപ്പിക്കാൻ? ഞാൻ അത് കൃത്യമായി വീഡിയോയിൽ പറഞ്ഞിരുന്നല്ലോ. നന്മ കൽപ്പിക്കാൻ പ്രത്യേകമായ കാലത്തുണ്ട്, ഏത് കാലത്തും പറ്റും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 16 ദിവസം കൃത്യമായിട്ട് പട്ടിണി കിടന്നിട്ട് ആ നോമ്പ് നിർബന്ധമാക്കുന്നതിന് ഹിജ്റ 2-നാണ്. ആ കൊല്ലം തന്നെയാണ് ബദറുണ്ടായത്. അപ്പോ കൃത്യമായി നോമ്പെടുത്തിട്ട് സഹാബത്ത് ഷിർക്കിനെതിരെ പോരാടാൻ വേണ്ടി ഇറങ്ങിയപ്പോ, പ്രവാചകൻ അതിനുവേണ്ടി ആഹ്വാനം നൽകിയപ്പോ ഒരാളും പറഞ്ഞില്ല നബിയെ റമദാൻ കഴിഞ്ഞോട്ടെ എന്നിട്ട് പോരെ ഷിർക്കും തൗഹീദൊക്കെ എന്ന് പറഞ്ഞ് ആരെയും പിന്തിരിഞ്ഞോ? ഇല്ല. ആ മുഷാവർ നടത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബത്ത് പറഞ്ഞത് എന്താ? അങ്ങൊരു വെള്ളത്തിലേക്ക്, ഒരു പുഴയിലേക്ക്, ഒരു സമുദ്രത്തിലേക്ക് ചാടാൻ പറഞ്ഞ് ഞങ്ങൾ ചാടുന്ന അത്ര അനുസരണയാണ്. അത്രയും ഷിർക്കിനെതിരെ അവർക്ക് പോരാടാൻ ആ ജാഗ്രതയുള്ളവരവരൊക്കെ. അവരെ പേരും പറഞ്ഞാൽ നിങ്ങൾ തിന്നണ്. സമൂഹം വെറുതെ വിടുവോ? അള്ളാഹുവിനെ പേടിക്കുന്നവർ വെറുതെ വിടുവോ? അപ്പൊ കമന്റ് വിട്ടു കുറെ അനാവശ്യം പറഞ്ഞു എന്നുള്ളതിനേക്കാൾ ഉപരി നിങ്ങൾ ചിന്തിക്ക്. ഞാൻ ഈ പറഞ്ഞത് മുഴുവൻ പരിശുദ്ധമായ ഇസ്ലാം പഠിപ്പിച്ച കാര്യമാണ്. അള്ളാഹു അല്ലാത്തവർക്ക് ബലി കൊടുക്കാൻ പാടില്ല. അള്ളാഹു അല്ലാത്തവരുടെ പിൽ അറക്കാൻ പാടില്ല. അത് ഷിർക്കാണ്, നിഷിദ്ധമാണ്. പരിശുദ്ധ ഖുർആൻ അത് വളരെ വ്യക്തമായി പഠിപ്പിച്ചതാണ്. പിന്നെ ഞാൻ പറഞ്ഞത് ഹലാലായ ഭക്ഷണം കഴിക്കണം എന്നാ. പ്രാർത്ഥനയ്ക്ക് ഇജാബത്ത് കിട്ടാൻ കൃത്യമായി ഹലാലായ ഭക്ഷണം കഴിക്കുന്ന വേണം. അല്ലാതെ മാല മൗലൂദ് ചൊല്ലിയിട്ട് ഖബർ പൂജ നടത്തിയിട്ട് ചീരനി മേടിച്ചിട്ട് അത് നക്കിയിട്ട് വീണ്ടും എന്ത് ചെയ്യുക, പ്രാർത്ഥിച്ചാൽ ഇജാബത്ത് കിട്ടൂല. കാരണം എന്താ? ഭക്ഷണം ഹലാലാകണം എന്നുള്ള കാര്യം. അതൊക്കെ നിങ്ങളും പ്രസംഗത്തിലൊക്കെ ഉപയോഗിക്കുന്നതാണ്. പിന്നെ ദുആ ചെയ്യുന്ന ഭക്ഷണം പിന്നെ
കൃത്യമായിരിക്കണം. തൗബയുടെ വിഷയത്തിലൊക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഭക്ഷണം ഹലാലായിരിക്കുക, ഹലാലായ ഭക്ഷണം, ഹലാലായ വസ്ത്രം, ഹലാലായ സമ്പാദ്യം, അത് പ്രാർത്ഥനയ്ക്ക് ഇജാബത്ത് കിട്ടാൻ അനിവാര്യമാണ്. മറ്റൊരു കാര്യം ഞാൻ സൂചിപ്പിച്ചത് എന്താണ്, വിശ്വാസമില്ലാത്തവന്റെ പ്രവർത്തനം അള്ളാഹ് സ്വീകരിക്കൂല. അതും ഖുർആൻ പഠിപ്പിച്ചതാണ്. സൂറത്തുൽ ഇസ്രാഇന്റെ 18-ാമത്തെ ആയത്തെടുത്ത് നോക്കി നിങ്ങൾ, കൃത്യമായിട്ട് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. പിന്നെ പരലോകത്തിനെ ഉദ്ദേശിക്കുക, ഒരാൾ പരലോകത്തിനെ ഉദ്ദേശിക്കുക, എന്നിട്ട് അതിൻ്റെതായിരിക്കുന്ന പണിയെടുക്കുക. അപ്പോൾ അള്ളാഹു നന്ദിയോട് കൂടി സ്വീകരിക്കും. അവ മുഅ്മിനായിരിക്കണം എന്ന് ആയത്ത് അള്ളാഹു വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ വിശ്വാസി അല്ലാത്തവന്റെ പ്രവർത്തനം അള്ളാഹ് സ്വീകരിക്കൂല. ഇത്രയും കാര്യം പറഞ്ഞപ്പോൾ ഈ മറ്റേ ജ്യൂസ് കുടിച്ച് ഹാലടങ്ങിയ ആൾക്കാർക്കൊക്കെ ആകെ അങ്ങോട്ട് ഭ്രാന്തായിട്ട് വന്ന് അടിയിൽ ഒരുപാട് കമന്റ് പറഞ്ഞു. പക്ഷെ അതിലൊന്നും കാര്യമില്ല. കുറെ തെറി വിളിച്ചു, കുറെ അനാവശ്യം പറയുന്നു, അതിലൊന്നും നമ്മൾ പെടൂല. നമുക്കതിലൊരു ബേജാറുമില്ല. നിങ്ങൾക്ക് ഇനിയും വിളിക്കാം. നിങ്ങൾക്ക് പിന്നെ അതൊക്കെ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഏത് അബൂജഹലിന് ഇതാണ് പരിപാടി. ഖുർആൻ ഓതി കൊടുക്കുമ്പോഴേ കേൾക്കാൻ പാടില്ല, ഒച്ച ഉണ്ടാക്കി ബഹളം ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞില്ലേ, എന്ന് പോലെയുള്ള പരിപാടി നിങ്ങളെ പരിപാടി ആയിക്കോ. അവയിലൊന്നും നമുക്ക് ബേജാറില്ല. ഞാൻ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് ഒരു വീഡിയോ കാണിക്കുന്നുണ്ട്. നോക്ക്, നിങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ ക്യാപ്ഷൻ പോലെ തന്നെയാണ് ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാര സ്മരണ. ആ വീഡിയോ കണ്ട നിങ്ങൾക്ക് മനസ്സിലാകും എന്തിനാണ് ഇന്നലെ ഈ പരിപാടി നടത്തിയത്. ബദർദിനത്തിന്റെ പേരും പറഞ്ഞ്, ബദരിങ്ങളെ പേരും പറഞ്ഞ് 313 ആടിനടുത്ത് തിന്നാൻ കൊടുത്ത് എന്തിനാണ് എന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാകും. ആ വീഡിയോ നിങ്ങൾ കാണണം. അള്ളാഹു നമുക്ക് സത്യമായി പഠിക്കാനും മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബദരീങ്ങളെ മനസ്സുറപ്പിച്ചൊന്ന് വിളിച്ചാൽ അവരുടെ സഹായം കിട്ടും. നമുക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട്. അതിൽ ഏറ്റവും വലിയ അനുഭവം തന്നെയാണ് നോളജ് സിറ്റിയുടെ കടമ്പകൾ മറികടക്കാൻ നമുക്ക് ഏറ്റവും സഹായകമായത്. വീഡിയോ കണ്ടപ്പോൾ കൃത്യമായിട്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായല്ലോ. മനസ്സിലാകുന്നവർക്ക്, മനസ്സിലാക്കാൻ താല്പര്യമുള്ളവർക്ക് മനസ്സിലായി കാണും. കാരണം എന്താണ്, ബദരീങ്ങളെ മനസ്സുറപ്പിച്ച് ഒന്ന് വിളിച്ചാൽ അവരുടെ സഹായം കിട്ടും. അപ്പൊ ആ സഹായം കിട്ടിയതിന്റെ ഉപകാര സ്മരണയാണ് അവിടെ പിന്നെ നോമ്പുതറയുടെ പേരും പറഞ്ഞിട്ട് 313 ആടിനർത്ഥത്. എന്നിട്ട് മൂപ്പര് പറയാണ് എന്ത്, നമുക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ട്. ഏറ്റവും വലിയ അനുഭവമാണ് നോളജ് സിറ്റിയുടെ കടമ്പകൾ മറികടക്കാൻ സഹായമായത് എന്ന്. അപ്പൊ നോളജ് സിറ്റി അത് ഇതുപോലെ പടുത്തുയർത്താൻ ഒരുപാട് കടമ്പകൾ നേരിട്ടു. അത് നേരിട്ടപ്പോൾ ആ കടമ്പകൾ മറികടക്കാൻ ആരാണ് സഹായമായത്? ബദരീങ്ങളാണ്. അപ്പൊ ആ നിലക്ക് പിന്നെ ആർക്കാണ്ട് ശരിയാവൂല. അപ്പൊ പിന്നെ ആർക്കന്നെ വേണം. കാരണം എന്താണ്, ഇതാണ് ഇവരുടെ വിശ്വാസം. ആ വിശ്വാസത്തിന് ഇവര് പിന്നെ ഇത് ഉപകാര സ്മരണ, കാരണം കടമ്പകൾ മറികടക്കാനുള്ള സഹായം ബദരീങ്ങൾ ചെയ്തല്ലോ. അപ്പൊ അതുകൊണ്ട് ആ ഒരു ഉപകാര സ്മരണയാണ് അവിടെ നടത്തിയത്. ഇത് വളരെ വ്യക്തമാണ്. അപ്പോൾ കമന്റ് ഇടുന്ന ആൾക്കാർ അള്ളാഹു തന്ന ബുദ്ധി വെച്ചൊന്ന് ചിന്തിക്കുക. എനിക്ക് മാത്രമല്ലോ ചിന്തിക്കാനുള്ള കഴിവ് നിങ്ങൾക്കും തന്നിട്ടില്ലേ? ഈ നന്മ കൽപ്പിക്കുന്ന കൂട്ടായ്മ നിങ്ങൾക്കും നടത്താം, നിങ്ങൾക്കും നന്മ ജനങ്ങൾക്ക് പ്രചരിപ്പിക്കാം. അപ്പോൾ ഒന്ന് അനാവശ്യമായിട്ട് വാക്കുകൾ ഉച്ചരിക്കുന്നതിനേക്കാൾ നല്ലത് ഒന്ന് ചിന്തിക്കാം. കാരണം അവിടെ കൊണ്ടുപോയി തല പണയം വെച്ച ചിലപ്പോൾ ചിന്തിക്കാൻ കഴിയണമെന്നില്ല. പക്ഷെ അള്ളാഹു പറഞ്ഞിട്ടുണ്ട് എന്ത്, കൃത്യമായിട്ട് നമുക്ക് ചിന്തിക്കാനുള്ള കഴിവ് ഉണ്ട്. അപ്പോൾ ഒന്നുകിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായി ചിന്തിച്ച് നന്മയിലേക്ക് മുന്നേറുക. അതല്ലെങ്കിലോ നിങ്ങൾക്ക് നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ പോണ വഴിക്ക് തന്നെ പോവുകയും ചെയ്യുക. അതിനാർക്കും പിന്നെ എതിർപ്പില്ല. അല്ലാതെ കമന്റ് മോശമായി എന്ന് പറഞ്ഞ് നമ്മളിപ്പോൾ പണി നിർത്തി പോകാൻ തീരുമാനിച്ചിട്ടില്ല. നമ്മുടെ റൂഹ് അവസാനം വരെ അവശേഷിക്കുന്ന കാലം വരെ നമ്മൾ ഈ ദൈവത്തെ തുടരുക തന്നെ ചെയ്യും. അതിലാരും ബേജാറായിട്ടും കാര്യമില്ല. അതിനിപ്പോൾ എൻ്റെ പിന്നെ എന്നെ കുറ്റം പറഞ്ഞിട്ടോ എന്നെ ചീത്ത വിളിച്ചിട്ടോ യാതൊരു കാര്യമല്ല. കൊല്ലം കുറേ ഞാൻ ഈ പണി തുടങ്ങിയിട്ട്. അപ്പം അത് അവസാനിപ്പിക്കാനും തയ്യാറല്ല. അപ്പോൾ പ്രിയമുള്ള സഹോദരങ്ങളെ, ദീൻ പഠിക്കാൻ തയ്യാറുള്ളവരെ, നിങ്ങൾ കൃത്യമായിട്ട് അള്ളാഹുലേക്ക് മടങ്ങിക്കോ. ഈ മുസ്ലിയാക്കന്മാരെ വലയിൽ പെട്ടുപോകരുതെന്ന് വീണ്ടും 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 ഞാൻ ഉണർത്താണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.